കടുവയെ പിടികൂടാൻ വെടിവെച്ച് കൊല്ലാനുള്ള ഉത്തരവിറങ്ങി, ആളുകളുടെ ഒരു ആശങ്കയാകുന്നു. കടുവയെ വെടിവെക്കാൻ ഉത്തരവിറങ്ങി, അതുകൊണ്ടൊന്നും ജനങ്ങളുടെ ആശങ്ക അടങ്ങിയിട്ടില്ല. കാരണം നമുക്കറിയാം, വയനാട് ജില്ലയിലെ ജനങ്ങൾക്ക് ഇന്ന് സ്വസ്ഥമായിട്ട് ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലൂടെയാണ് മുന്നോട്ട് പോകുന്നത്. കാരണം ഓരോ ദിവസവും ഭീതിയോടുകൂടിയാണ് അവർ മുന്നോട്ട് പോകുന്നത്. നമുക്കറിയാം പല സംഭവങ്ങൾ നമ്മളെ തൊട്ടടുത്ത് പഞ്ചായത്ത് തൊണ്ടർനാട് തോമസിനെ അവരുടെ കൃഷിയിടത്തിൽ നിന്നാണ് ആന കടിച്ചു എന്നത്. നമ്മളെല്ലാവരും അതിന് സാക്ഷ്യം വഹിച്ചവരാണ്. പിന്നെ കടുവ അടിച്ചില്ലേ, അതിദാരുണമായ സംഭവം നടന്നിട്ടില്ലേ. അതുപോലെ ഇവിടെ പിന്നെ നമുക്കറിയാം ആന ചവിട്ടിക്കോ, തൊട്ടടുത്ത് പയ്യമ്പള്ളിയിലടക്കം ആന ചവിട്ടി ഗുരുതരമായ വീഴ്ചയും അനാസ്ഥയും വനംവകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് എന്ന് തർക്കമില്ല. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുമ്പോൾ മാത്രമാണ് വനംവകുപ്പിൻ്റെ സാന്നിധ്യവും വനംവകുപ്പിൻ്റെ RR ടീം അടക്കമുള്ള ആളുകൾ അവിടെ സ്ഥലത്തെത്തുന്നത്. അതിന് എത്രയോ സംഭവങ്ങൾ ആവർത്തിക്കുമ്പോഴും അതിനെന്താണ് പ്രതിരോധം തീർക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ച് കൃത്യമായ ഇടപെടലുകൾ വനംവകുപ്പിൻ്റെ ഭാഗത്തുണ്ടാവുന്നില്ല. ഇത്രമാത്രം ദാരുണമായ സംഭവം ഇവിടെ നടന്നു. അതിന് അർഹതപ്പെട്ട ആനുകൂല്യങ്ങൾ കൊടുക്കുന്ന കാര്യത്തിൽ പോലും ഇതിനുള്ള മുൻപുണ്ടായ സംഭവങ്ങൾ നിങ്ങൾക്ക് പരിശോധിച്ചാൽ മനസ്സിലാവും. അർഹതപ്പെട്ട ആനുകൂല്യങ്ങൾ ഇന്നും കൊടുക്കാതെ വനംവകുപ്പ് അതിൽ വീഴ്ച വരുത്തിയിട്ടുണ്ട്. ഇത് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രം ഇടപെട്ടുകൊണ്ട് അവരെ സഹായിക്കുമെന്ന് ഉറപ്പ് നൽകുന്നില്ല. ആ ഉറപ്പുകളൊക്കെ പിന്നീട് പാഴ്വാക്കുകളായി മാറുന്ന സംഭവമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. മുൻ മന്ത്രി പറഞ്ഞതുപോലെ തന്നെ മുൻപും ഇത്തരത്തിൽ നിരവധി ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ആളുകളുടെ ജീവൻ പൊലിയുന്ന അവസ്ഥയുണ്ട്. അന്ന് വനംവകുപ്പ് വലിയ തോതിലുള്ള വാഗ്ദാനങ്ങളൊക്കെ നൽകിയെങ്കിലും അതൊന്നും പാലിക്കാത്ത സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഈ മേഖലയിൽ ഇപ്പോൾ കൂടുവെച്ച് കടുവയെ പിടികൂടാനുള്ള ശ്രമങ്ങളും നടത്തുമെന്ന് മന്ത്രി നേരത്തെ അറിയിച്ചു. ഇപ്പോൾ നമ്മളോടൊപ്പം ഈ പ്രിയദർശിനി എസ്റ്റേറ്റിലെ തേയിലത്തോട്ടം തൊഴിലാളികൾ ചേരുന്നുണ്ട്. നിങ്ങൾ ഈ കടുവയും ഈ പ്രശ്നങ്ങളൊക്കെ ഉള്ള സമയത്ത് എങ്ങനെയാണ് പേടിച്ച് ജോലി ചെയ്യുന്നത്? പേടി തന്നെയാണ്. ഞങ്ങൾക്ക് 7:30 ആകുമ്പോഴേക്കും ഞങ്ങൾ കാട്ടിലെത്തണം. 8 മണിയാകുമ്പോഴേക്കും പണി തുടങ്ങും. 8 മണിയാകുമ്പോൾ പണി തുടങ്ങും. ഞങ്ങൾ പേടിച്ച് പറിച്ചുകൊണ്ടാണ് ഓടുന്നത്. നേരം വെളുത്ത് കഴിഞ്ഞാൽ ചില സമയങ്ങളിൽ 6 മണിയാകുമ്പോൾ നേരം വെളുക്കില്ലല്ലോ. ആ സമയത്തൊക്കെ ഞങ്ങൾ പേടിച്ചുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ പറഞ്ഞിട്ടില്ല ഇങ്ങനെ. പിന്നെ പറയാണ്ട് ഞാൻ പറയുന്നുണ്ട് ഇങ്ങനെ വരുന്നുണ്ട് പിടിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് കുരങ്ങന്മാർ അതൊരു ശല്യം വേറെ. ഞങ്ങൾക്ക് ജീവിക്കാനോ ഞങ്ങളിങ്ങനെ പണിയെടുത്തല്ല ജീവിക്കാൻ പറ്റുള്ളൂ. അല്ലാണ്ട് ഇങ്ങനെ വീട്ടിൽ തന്നെ ഇരുന്നാലോ തരില്ലല്ലോ. അപ്പം അങ്ങനെ ഞങ്ങൾ പേടിച്ചും പറിച്ചുകൊണ്ടൊക്കെ ഞങ്ങൾ പണിക്ക് പോകുന്നത്. ഇപ്പോൾ കടുവയെ പിടികൂടാൻ ഉത്തരവിറങ്ങി, വെടിവെച്ച് കൊല്ലാനുള്ള ഉത്തരവുണ്ട്, കൂട് വെക്കാനുണ്ട്. നിങ്ങളുടെ ഒരു ആശങ്ക, പേടിയൊക്കെ? പേടി മാറി അതിനെ കൊല്ലണം, എന്നാലേ ഞങ്ങൾക്ക് പേടി മാറുള്ളൂ. പാമ്പ് കാട്ടി ഒരു 10-30 കാട്ടി ഞങ്ങൾ പണിയെടുക്കുന്ന സ്ഥലത്ത് ഞങ്ങൾ ചപ്പ് പറിച്ചും കൊണ്ട് നിൽക്കുന്ന സമയത്ത് ഞങ്ങൾ കണ്ടതാ. ഞങ്ങളെ മുന്നിൽ കൂടെ അത് പോകും. ഞങ്ങൾ ഇപ്പുറത്ത് പണിയെടുക്കുക, കാരണം വേറെ വഴിയില്ല ഞങ്ങൾക്ക്. കാട്ടിൽ നിന്ന് ഇറങ്ങി വരികയല്ലേ. കടുവയും പാമ്പും ഉണ്ട്, കടുവയുണ്ട്, ആന. ഇതിൻ്റെ ഇടയ്ക്ക് ആന പിടിച്ചത് ഇവിടുന്ന് തന്നെ ഈ പഞ്ചാരക്കൊല്ലിയിൽ നിന്ന് പറകിന് പോയിരുന്ന ആന പിടിച്ചില്ലേ. ഇവർ കുറച്ച് പൈസ തരും. അതുകൊണ്ട് നമുക്കായോ നമ്മൾ വീട്ടുകാർക്ക് അവരെ മക്കൾക്ക് അമ്മ പോയത് തന്നെയല്ലേ. മന്ത്രി ഒരു ഉറപ്പ് നൽകിയിട്ടുണ്ട്, തോട്ടം തൊഴിലാളികൾക്കൊപ്പം തന്നെ വനംവകുപ്പിന്റെ RR ടീമിനെയും ഈ മേഖലയിലേക്ക് വിടാം. കൊണ്ടല്ല, പ്രവർത്തനങ്ങൾക്കും ഞങ്ങൾക്ക് അത് ഉണ്ടാകണം. ഇവർ വാക്കുകൊണ്ട് പറഞ്ഞ് ഇവർ പോകും, പൈസയും തന്നാൽ നമുക്ക് പൈസ മതിയോ? നമ്മളെ മുതലിപ്പോൾ ആ വീട്ടുകാർക്ക് പൈസ കിട്ടാൽ പൈസ തീരൂലേ. ഇത് ഒരു ആയുസ് ദൈവം നമുക്ക് കിട്ടുന്നുണ്ട്. ആ ദൈവം കൊണ്ട് തന്നെ നമുക്ക് സങ്കടമല്ല. ഇങ്ങനെയൊക്കെ പോകുമ്പോൾ അത് ഞങ്ങൾക്ക് ഭയങ്കര സങ്കടമാണ്. കാരണം ഞങ്ങളെപ്പോലത്തെ ഒരു പെണ്ണ് ഇന്ന് രാവിലെ വീട്ടിൽ വിഷമം കൊണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നതാണ്. ഇതേ അവസ്ഥ ഇന്ന് നാളെ ഞങ്ങൾക്ക് വന്നിടായിണ്ടോ? അപ്പോൾ അതുകൊണ്ട് ഒരു പരിഹാരം സർക്കാർ ഞങ്ങൾക്ക് കണ്ടേ പറ്റൂ. കൊല്ലുമെന്ന് പറഞ്ഞാൽ പോരാ, കൊല്ലണം. ഞങ്ങളെ കൺമുന്നിൽ കൊന്ന് കാണിച്ചു തരണം.